നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞാൽ എന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. തിരസ്കരണം അഥവാ റിജക്ഷൻ. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം നിങ്ങളെ ഉപേക്ഷിച്ചു പോയോ? എനിക്ക് നിന്നെ വേണ്ട, നിന്നെ കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി വാതിൽ കൊട്ടിയടച്ചോ? ആ നിമിഷം നിങ്ങളുടെ നെഞ്ച് തകർന്നു പോയിട്ടുണ്ടാകാം. ലോകം അവസാനിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ അവരുടെ പഴയ മെസ്സേജുകൾ വായിച്ച് അവരുടെ ഫോട്ടോകൾ നോക്കി നിങ്ങൾ ഇപ്പോഴും കരയുന്നുണ്ടാകാം. സുഹൃത്തെ, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് ആചാര്യ ചാണക്യൻ പറയുന്നു, പോയവരെ ഓർത്ത് കരയുന്നവൻ വിഡ്ഢിയാണ്, മറിച്ച് പോയവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയവർ, നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവർ നാളെ നിങ്ങളുടെ മുന്നിൽ വന്ന് എനിക്ക് തെറ്റു പറ്റിപ്പോയി, എനിക്ക് നിന്നെ തിരിച്ചു വേണം എന്ന് പറഞ്ഞു കരയാൻ എന്ത് ചെയ്യണം എന്നാണ്. ഇത് വെറും ഒരു പ്രതികാരമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ചാണക്യനീതിയിലും മനഃശാസ്ത്രത്തിലും ഇതിന് കൃത്യമായ വഴികളുണ്ട്. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കരയുന്നത് എന്നാണ്. നിങ്ങൾ കരയുന്നത് അവർ പോയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഈഗോയ്ക്ക് മുറിവേറ്റതുകൊണ്ടാണ്. എന്നെപ്പോലെ ഒരാളെ എങ്ങനെ അവർക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പക്ഷേ ചാണക്യൻ പറയുന്നു, ചീഞ്ഞ പഴം മരത്തിൽ നിന്ന് താനേ വീണുപോകും. അത് മരത്തിന്റെ കുഴപ്പമല്ല, പഴത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുക. കാരണം ഭാവിയിൽ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചതാകാം. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് യാചിക്കുന്നത് നിർത്തുക എന്നതാണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇതാണ്. അവർ പോയ ഉടനെ അവരുടെ കാൽ പിടിക്കാൻ ചെല്ലും. എന്നെ വിട്ടുപോകല്ലേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും തിരുത്താം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരാൾ നിങ്ങളെ തുപ്പിക്കളഞ്ഞിട്ട് പോയി നിങ്ങൾ ആ തുപ്പൽ നക്കാൻ പോകുന്നത് പോലെയാണിത്. നിങ്ങൾ എത്രത്തോളം അവരുടെ പിന്നാലെ നടക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളോടുള്ള ബഹുമാനം കുറയുകയുള്ളൂ. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളെയാണ്. എളുപ്പത്തിൽ കിട്ടുന്ന, കാല് പിടിച്ചു വരുന്ന ഒന്നിനെയും മനുഷ്യൻ വിലമതിക്കില്ല. നിങ്ങൾ കരയുമ്പോൾ, മെസ്സേജ് അയക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതാണ്: ഓ, ഇവന് വേറെ ആരുമില്ല, ഇവൻ എൻ്റെ അടിമയാണ്. അതവരുടെ ഈഗോ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ അവർക്ക് മെസ്സേജ് അയക്കുന്നത് നിർത്തുക, കോൾ ചെയ്യുന്നത് നിർത്തുക, അവരുടെ സ്റ്റാറ്റസ് കാണുന്നത് നിർത്തുക, അവരെക്കുറിച്ച് സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് നിർത്തുക. നിങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായതുപോലെ മാറുക. ഇതാണ് ചാണക്യൻ പറയുന്ന ആദ്യത്തെ തന്ത്രം. അഭാവം കൊണ്ടുവരിക. നിങ്ങൾ എപ്പോഴും കൺമുന്നിൽ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകില്ല. സൂര്യൻ ദിവസവും ഉദിക്കുന്നതുകൊണ്ട് ആരും സൂര്യനെ വണങ്ങാറില്ല. എന്നാൽ സൂര്യൻ ഒരു ദിവസം ഉദിക്കാതിരുന്നാൽ ലോകം മുഴുവൻ സൂര്യനെ അന്വേഷിക്കും. നിങ്ങളെ അവർ അന്വേഷിക്കണം. ഇവൻ എന്താണ് എന്നെ വിളിക്കാത്തത്? ഇവൻ കരയുന്നില്ലേ? ഇവന് വേറെ ആരെങ്കിലും കിട്ടിയോ എന്ന സംശയം അവരുടെ മനസ്സിലുണ്ടാക്കണം. ആ സംശയമാണ് പിന്നീട് ഭ്രാന്തമായ ചിന്തയായി മാറുന്നത്. രണ്ടാമതായി ചാണക്യൻ പറയുന്നു, നിന്നെ ഉപേക്ഷിച്ചവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നീ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ എത്തുക എന്നതാണ്. പ്രതികാരം ചെയ്യേണ്ടത് കത്തിയെടുത്തോ തേറി വിളിച്ചോ അല്ല, മറിച്ച് സ്വന്തം ജീവിതം മാറ്റിമറിച്ചുകൊണ്ടാണ്. അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് സൗന്ദര്യമില്ലെന്നാണോ? നിങ്ങൾക്ക് പണമില്ലെന്നാണോ? നിങ്ങൾക്ക് ജോലിയില്ലെന്നാണോ? ശരി, അത് സമ്മതിക്കുക. എന്നിട്ട് ആ കുറവുകളെ വാശിയായി എടുക്കുക. ജിമ്മിൽ പോവുക, ശരീരം നന്നാക്കുക, പുതിയ കോഴ്സുകൾ പഠിക്കുക, ജോലി നേടുക, ബിസിനസ് തുടങ്ങുക, പണമുണ്ടാക്കുക. ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കി പറയുക,
എന്നെ ഉപേക്ഷിച്ചതിൽ അവർ ഖേദിക്കും. നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ പുറത്തറിയാൻ തുടങ്ങും. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോകൾ വരുമ്പോൾ, നിങ്ങൾ പുതിയ കാർ വാങ്ങുമ്പോൾ, നിങ്ങൾ വലിയ വേദികളിൽ സംസാരിക്കുമ്പോൾ അത് കാണുന്ന അവരുടെ മനസ്സ് നേറും. എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവൻ വെറും ഒരു മണ്ടനായിരുന്നു. ഇപ്പോൾ ഇവൻ രാജാവായി. ആ സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന കുറ്റബോധം അവരെ വേട്ടയാടും. അതാണ് യഥാർത്ഥ പ്രതികാരം. നന്ദരാജാവ് ചാണക്യനെ സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ചാണക്യൻ അവിടെ ഇരുന്ന് കരഞ്ഞില്ല. അദ്ദേഹം പോയി ചന്ദ്രഗുപ്തനെ വളർത്തി വലുതാക്കി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് തിരിച്ചു വന്നു. അതുപോലെ നിങ്ങളും സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. മൂന്നാമത്തെ കാര്യം, സന്തോഷം അഭിനയിക്കുക. പിന്നീട് അത് ശീലമാക്കുക. നിങ്ങളെ ഉപേക്ഷിച്ചവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തകർന്നു കാണാനാണ്. നിങ്ങൾ താടിയും മുടിയും വളർത്തി മദ്യപിച്ച് എനിക്ക് ജീവിതം അടുത്തെന്നു പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമേ ഉണ്ടാവൂ. നന്നായി, ആ ബാധ ഒഴിഞ്ഞു പോയല്ലോ എന്നവർ കരുതും. എന്നാൽ നേരെ തിരിച്ചു സംഭവിച്ചാലോ? നിങ്ങൾ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നു, സുഹൃത്തുക്കളുടെ കൂടെ യാത്ര പോകുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ഇത് കാണുമ്പോൾ അവർക്ക് സഹിക്കില്ല. ഞാൻ പോയിട്ടും ഇവൻ എങ്ങനെ സന്തോഷിക്കുന്നു? അപ്പോൾ എന്നെ ഇവന് സ്നേഹമില്ലായിരുന്നു എന്ന ചിന്ത അവരുടെ ഉറക്കം കളയുന്നു. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ മുന്നിൽ വെച്ച് എപ്പോഴും പുഞ്ചിരിക്കുക. അത് അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ സന്തോഷമാണ് അവർക്കുള്ള ഏറ്റവും വലിയ അടി. അതുകൊണ്ട് കരച്ചിലുള്ളിൽ ഒതുക്കുക, പുറമെ ചിരിക്കുക. കാലക്രമേണ ആ ചിരി സത്യമായി മാറും. നാലാമത്തെ കാര്യം, നോ കോണ്ടാക്ട് റൂൾ കർശനമായി പാലിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടാകും. ഇവൻ ഇത്രയും നാളായിട്ടും വിളിച്ചില്ലല്ലോ എന്നോർത്ത് അവർ വെറുതെ ഒരു മെസ്സേജ് അയക്കും. ഹായ്, സുഖമാണോ എന്നായിരിക്കും മെസ്സേജ്. ഇത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഇപ്പോഴും അവരുടെ വലയിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഇവിടെയാണ് 90% പേരും തോറ്റുപോവുക. മെസ്സേജ് കണ്ട ഉടനെ ആ സുഖമാണ്, നിനക്ക് സുഖമാണോ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് വാലാട്ടി ചെല്ലും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ്ടും തോറ്റു. അവർക്ക് മനസ്സിലാകും, ഓ ഇവൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ടെന്ന്. പിന്നെ അവർ വീണ്ടും നിങ്ങളെ അവഗണിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഉടനെ മറുപടി കൊടുക്കരുത്. മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി നൽകുക, അല്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കുക. ചാണക്യൻ പറയുന്നു, ഉപേക്ഷിച്ചവനെ തിരിഞ്ഞു നോക്കരുത്. വഴിയിൽ കിടക്കുന്ന മാലിന്യം നമ്മൾ തിരിഞ്ഞു നോക്കാറില്ലല്ലോ, അതുപോലെ അവരെ കാണുക. അഞ്ചാമതായി, സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ഇത്രയും നാൾ നിങ്ങൾ സ്നേഹം മുഴുവൻ അവർക്ക് കൊടുത്തു, അവരത് വലിച്ചെറിഞ്ഞു. ഇനി ആ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, യാത്രകൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ പരിചരിക്കുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ ലോകം നിങ്ങളെ ബഹുമാനിക്കും. അപ്പോൾ അവർക്ക് തോന്നും, ഇത്രയും ഹൈ വാല്യുള്ള ഒരാളെയാണല്ലോ ഞാൻ കളഞ്ഞത് എന്ന്. നഷ്ടബോധമുണ്ടാകണമെങ്കിൽ അവിടെ മൂല്യമുള്ള എന്തെങ്കിലും നഷ്ടപ്പെടണം. നിങ്ങൾ വെറും ഒരു കല്ലായിരുന്നെങ്കിൽ ആർക്കും നഷ്ടബോധം തോന്നില്ല. നിങ്ങൾ വജ്രമായി മാറണം. വജ്രം നഷ്ടപ്പെട്ടാലേ ആളുകൾ കരയൂ. ആറാമത്തെ കാര്യം, അസൂയ ഉണ്ടാക്കുക എന്നതാണ്. ഇതല്പം തന്ത്രപരമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സുഹൃത്തുക്കൾ വരുന്നു, നിങ്ങൾ പുതിയ ആളുകളുമായി ഇടപഴകുന്നു എന്നവർ അറിയണം. സോഷ്യൽ മീഡിയ ഇതിനുപയോഗിക്കാം. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ, അത് സുഹൃത്തായാലും മതി, സന്തോഷമായി നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തീ കാളും. അത് എൻ്റെ സ്ഥലമായിരുന്നു, ഇപ്പോൾ അവിടെ വേറെ ആരോ വന്നു എന്ന ചിന്ത അവരെ വല്ലാതെ വേദനിപ്പിക്കും. മനുഷ്യൻ എപ്പോഴും സ്വന്തം സാധനങ്ങൾ മറ്റൊരാൾ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത ജീവിയാണ്. ഏഴാമത്തെ കാര്യം, അവർ തിരിച്ചു വരുമ്പോൾ വാതിൽ അടയ്ക്കുക. അവർ തിരിച്ചു വന്ന് സോറി, നമുക്ക് പഴയതുപോലെ ആകാമെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, ആ സ്ഥലം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അതാണ് യഥാർത്ഥ വിജയം. ചാണക്യൻ പറയുന്നു, ഒരിക്കൽ ചതിച്ചവനെ വീണ്ടും വിശ്വസിക്കുന്നവൻ സ്വന്തം നാശം ചോദിച്ചു വാങ്ങുന്നു. അവർ ഒരിക്കൽ പോയെങ്കിൽ വീണ്ടും പോകാൻ അവർക്ക് മടിയുണ്ടാകില്ല. അതുകൊണ്ട് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുക.
അവരെ തിരിച്ചു സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ മധുര പ്രതികാരം അവരെ പുറത്തു നിർത്തിക്കൊണ്ട് നിങ്ങൾ വിജയിച്ചു കാണിക്കുന്നതാണ്. അവർ പുറത്തുനിന്ന് നിങ്ങളുടെ വളർച്ച കണ്ടു കൊതിക്കണം. എട്ടാമതായി, നിശബ്ദത. നിങ്ങളുടെ വിജയത്തെക്കുറിച്ചോ നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ചോ അവരോട് ഒന്നും പറയാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കൊരു പിടിയും കിട്ടരുത്. ഈ നിഗൂഢത അവരെ ആകർഷിക്കും. നമ്മൾ എപ്പോഴും വായിക്കാത്ത പുസ്തകമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചു കഴിഞ്ഞ പുസ്തകം നമ്മൾ മൂലയ്ക്ക് വെക്കും. നിങ്ങൾ അവർക്ക് വായിച്ചു കഴിഞ്ഞ പുസ്തകമായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഭാഷയിലുള്ള പുസ്തകമായി മാറണം. അവർക്ക് വായിക്കാൻ കഴിയാത്ത എന്നാൽ വായിക്കാൻ കൊതിക്കുന്ന പുസ്തകം. സുഹൃത്തുക്കളെ, പ്രണയമായാലും സൗഹൃദമായാലും പോയവർ പോട്ടെ, പിടിച്ചു നിർത്താൻ നോക്കരുത്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വിധിയിലുള്ളത് നിങ്ങളെ വിട്ടുപോകില്ല. വിട്ടുപോയത് നിങ്ങളുടെ വിധിയല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി കരയുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുകയാണ്. ഓർക്കുക, ലോകം വളരെ വലുതാണ്. 800 കോടി ജനങ്ങളുണ്ട്. ഒരാൾ പോയാൽ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഒരു വാതിൽ അടയ്ക്കുമ്പോൾ ദൈവം 9 വാതിലുകൾ തുറക്കും. പക്ഷേ നമ്മൾ അടഞ്ഞ വാതിലിൽ നോക്കി കരയുന്നത് കൊണ്ട് തുറന്ന വാതിലുകൾ കാണുന്നില്ലെന്നും മാത്രം. എഴുന്നേൽക്കൂ, കണ്ണീർ തുടയ്ക്കൂ. ഇനിയുള്ള കാലം നിങ്ങൾ അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നിങ്ങളെ പുച്ഛിച്ചവരുടെ മുന്നിൽ, നിങ്ങളെ വേണ്ടെന്ന് വെച്ചവരുടെ മുന്നിൽ തലയുയർത്തി നടക്കണം. നിങ്ങളുടെ വണ്ടിയുടെ ടയറിന്റെ പൊടി പോലും അവരുടെ മേൽ വീഴാത്തത്ര ഉയരത്തിൽ നിങ്ങൾ പറക്കണം. അന്ന് അവർ ആകാശത്തേക്ക് നോക്കി പറയും, അത് എന്റേതായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കി ചിരിക്കും. ആ ചിരിയിൽ എല്ലാറ്റിനുമുള്ള മറുപടി ഉണ്ടാകും. പ്രതികാരം ചെയ്യേണ്ടത് മനസ്സുകൊണ്ടല്ല, ജീവിതം കൊണ്ടാണ്. അവരെ വെറുക്കരുത്, കാരണം വെറുപ്പ് എന്നത് ഒരു വികാരമാണ്. അവർക്ക് നിങ്ങളുടെ വെറുപ്പ് പോലും കിട്ടാൻ യോഗ്യതയില്ല. അവർക്ക് നൽകേണ്ടത് അവഗണന മാത്രമാണ്. അവർ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾക്കൊരു വിഷയമേ ആകരുത്. അതാണ് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. ഇനി ഞാൻ കരയില്ല, ഇനി ഞാൻ തളരില്ല, ഞാൻ പോരാടും. നിങ്ങളുടെ വിജയം കണ്ടവർ അമ്പരക്കും. ഈ വാശി മനസ്സിൽ സൂക്ഷിക്കുക. ഈ തീ കെടാതെ സൂക്ഷിക്കുക. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ സമ്മതിക്കാത്തിടത്തോളം കാലം ജയിക്കുക, കീഴടക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നല്ലൊരു കമന്റ് ഇടാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.